The hydraulic structure constructed across the rivers to store water on its upstream side. Hi all, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വാട്ടർ അതോറിറ്റി ഓവർസിയ ഗ്രേഡ് 3 റിവിഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 2 മൊഡ്യൂൾസും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് സിവിൽ പോർഷൻ മാത്രമാണ് കേട്ടോ പറയുന്നത്. മെക്കാനിക്കലിൽ പിന്നെ ഒരു മൊഡ്യൂൾ ഉണ്ട്. നമ്മൾ സിവിൽ പോർഷനിൽ ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക്സ് ഇത് രണ്ടുകൂടെ ചേർന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. എല്ലാം നമ്മൾ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് നിമി ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കാര്യം നമുക്ക് ഒക്ടോബർ 30 നടക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 എക്സാംസിന് ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ റെപ്പറ്റീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള എക്സാംസിനെല്ലാം വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. First question, the heading up of the water above its normal level while passing under the bridge is known as. അതായത് ഒരു ബ്രിഡ്ജിൻ്റെ താഴത്തൂടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ബ്രിഡ്ജിനെ കടന്ന് വെള്ളം പോകുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ജസ്റ്റ് വെള്ളം റൈസ് ചെയ്ത് വരും. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അത് ബ്രിഡ്ജ് ആവാം, അതല്ലെങ്കിൽ വേറെ പോലെ എന്തെങ്കിലും നമ്മുടെ ഹൈഡ്രോളിക് സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഈ ഒരു പ്രതിഭാസം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓപ്ഷൻ എ ക്ലിയറൻസ്, ഓപ്ഷൻ ബി ഫ്രീ ബോർഡ്, ഓപ്ഷൻ സി അഫ്ലെക്സ് ആൻഡ് ഓപ്ഷൻ ഡി സ്കൗർ. ആൻസർ എന്ന് പറയുന്നത് അഫ്ലെക്സ് ആണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഇതുപോലെ ഒരു അബട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ അബട്ട്മെൻറ്റ് കടന്നു പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ നോർമൽ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത് ഈ നോർമൽ വാട്ടർ ഡെപ്തിൽ നിന്ന് വെള്ളം ഒന്ന് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഉയർന്നു വരുന്ന ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സയൻറ്റിഫിക്കലി പറയുന്ന പേരാണ് അഫ്ലെക്സ്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി അഫ്ലെക്സ് ആണ്. ദ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ എബവ് ഇറ്റ്സ് നോർമൽ ലെവൽ. നോർമൽ ലെവലിൽ നിന്ന് വെള്ളം ഹെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് വൈൽ പാസിങ് അണ്ടർ ദ ബ്രിഡ്ജ്. ബ്രിഡ്ജ് ആവാം, അബട്ട്മെൻ്റ് എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വിയറോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചാലും എന്ത് തന്നെയാണ് ഈ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. നോർമൽ ലെവലിൽ നിന്ന് വെള്ളം ഹെഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി അഫ്ലെക്സ്. Okay, next question. Large pipes carrying water under pressure from storage reservoirs to turbines are known as. അതായത് നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ, വെള്ളം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് പ്രത്യുൽപാദിപ്പിക്കുന്ന പ്രൊജക്ട്സ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. അപ്പോൾ ആ പ്രൊജക്ട്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പവർ പ്ലാന്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലാർജ് പൈപ്സ് ഉണ്ട്. അതായത് വെള്ളം കൊണ്ടുവരണമല്ലോ, വെള്ളം നമ്മുടെ ഡാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് സ്റ്റോറേജ് റിസർവോയർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിനെ നമുക്ക് ടർബൈനിലേക്ക് കൊണ്ടെത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാർജ് പൈപ്സ് ഉപയോഗിക്കും. ആ പൈപ്സിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൻസ്റ്റോക്ക്, ഫോബേ, ആങ്കർ ബ്ലോക്ക്, സെർച്ച് ടാങ്ക്സ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഹൈഡ്രോളിക്സ് സിലബസിലുണ്ടെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് എന്തായാലും ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഈ ഓപ്ഷൻസിൽ കിടക്കുന്ന പെൻസ്റ്റോക്കും സെർച്ച് ടാങ്കുമാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിൽ വരാറ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്കാണ്. ലാർജ് ഡയമീറ്റർ വലിയ പൈപ്പുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ റിസർവോയറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ടർബൈനിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള ലാർജ് പൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻസ്റ്റോക്ക്. ഓപ്ഷൻ എ പെൻസ്റ്റോക്ക് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കമ്പണൻസ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ആദ്യം നമുക്ക് റിസർവോയർ ഉണ്ട്. റിസർവോയർ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. അവിടുന്ന് ഡാം വഴി, ഡാമിൽ നിന്ന് നമ്മൾ എന്താണ് പെൻസ്റ്റോക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ടർബൈനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സർജ് ടാങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സർജ് ടാങ്ക് കണ്ടോ? ഈ സർജ് ടാങ്ക് ചോദിക്കാറുണ്ട്. അതായത് ഈ വെള്ളം നമുക്ക് വരുന്ന സമയത്ത് വാട്ടറിൻ്റെ ഹാമർ പ്രഷർ ഉണ്ട്. ഈ വാട്ടർ ഹാമർ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടാങ്ക്സ് ആണ് സർജ് ടാങ്ക്. അതും ചോദിക്കാറുണ്ട്. സർജ് ടാങ്ക്സ് ആർ പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് എന്നാണ് വാട്ടർ ഹാമർ പ്രഷർ. അപ്പോൾ നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റിസർവോയർ ആണ്. റിസർവോയർ എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ വെച്ച്, അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ റിസർവോയർ എന്ന് പറയും. അത് കഴിഞ്ഞ് പെൻസ്റ്റോക്കാണ്, അത് കഴിഞ്ഞ് വരുന്ന പെൻസ്റ്റോക്കാണ്. അതായത് ഈ വെള്ളം റിസർവോയർ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ റിസർവോയറിലുള്ള വെള്ളത്തിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വലിയ പൈപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻസ്റ്റോക്ക്. ഇറ്റ്സ് എ ബിഗ് പൈപ്പ്, ഒരു വലിയ പൈപ്പാണ്. ദെൻ സെർച്ച് ടാങ്ക് ആണ്. സെർച്ച് ടാങ്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ സെർച്ച് ടാങ്ക് ഒരു അഡീഷണൽ ടാങ്കാണ്. അതായത് ഈ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ പെൻസ്റ്റോക്കിൻ്റെ അടുത്തൊക്കെ കൊടുക്കുന്ന ഒരു അഡീഷണൽ പൈപ്പാണ്. ശരിക്കും പറഞ്ഞാൽ വാട്ടർ ഹാമർ പ്രഷർ കാരണം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ പൈപ്പിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി അഡീഷണലി കൊടുക്കുന്ന ടാങ്കാണ് സെർച്ച് ടാങ്ക്. പിന്നെ അതിന് ശേഷം ടർബൈൻ വരും. ടർബൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീലിൻ്റെ പുറത്ത് കുറച്ച് വെയിൻസ് ആണ്. ഇതിനാണ് ടർബൈൻ എന്ന് പറയുന്നത്. ഈ വെള്ളം വന്ന് ടർബൈനിൽ തട്ടി ടർബൈൻ കറങ്ങും. അപ്പോൾ കൈനറ്റിക് എനർജി ഫോം ചെയ്യും. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് കമ്പണൻസ്. അപ്പോൾ സെർച്ച് ടാങ്ക് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് എനി ഡാമേജ് ടു ദ പൈപ്പ് എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് സെർച്ച് ടാങ്കിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം.
ഓക്കെ, അടുത്ത ചോദ്യം, ദി ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് മേ ബി ഡിഫൈൻഡ് ആസ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് വാട്ടർ ടു സോയിൽ ഫോർ റേസിംഗ് ക്രോപ്സ്. പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സപ്ലൈയിങ് എന്നൊക്കെയാണ്. ഒരുപാട് ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഓവർസിയർ പേപ്പേഴ്സിൽ വരും. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഓപ്ഷൻ അങ്ങ് സെലക്ട് ചെയ്യാം. ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് എന്നാണ് പറയേണ്ടത്. വാട്ടർ ടു സോയിൽ ഫോർ റേസിംഗ് ക്രോപ്സ്. The science of planning and designing an efficient and economic system. The capillary water is utilized by the plant. ഇതിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒന്ന് മനസ്സിലാക്കുക. പണ്ട് ഓവർസിയർ എക്സാംസിന് ഡയറക്റ്റ്ലി ഡാഷ് ഇട്ട് മാത്രം ചോദ്യം ചോദിച്ചിരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഓവർസിയർ ഗ്രേഡ് 2 പേപ്പറിൽ നിന്നെടുത്ത ചോദ്യമാണ്. അപ്പം മനസ്സിലാക്കുക, അത് രീതിയിൽ ITA ലെവലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഇപ്പോൾ കഴിഞ്ഞ ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിനാണെങ്കിൽ നമുക്ക് വ്യത്യാസം ക്വസ്റ്റ്യൻസിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് only 1 and 2, all 1, 2 and 3, only 2 and 3, only 1 and 3. ഇതിൽ ഏതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷൻ? അല്ല ഒന്നിൽ കൂടുതൽ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഇറിഗേഷൻ? ഇറിഗേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. ഓപ്ഷൻ എ വാട്ടർ ലോഗിങ്, ഓപ്ഷൻ ബി ഈൽഡ് ഓഫ് ക്രോപ്സ്, ഓപ്ഷൻ സി കോംപ്ലക്സ്, ഓപ്ഷൻ ഡി ഡാമ്പർ ക്ലൈമറ്റ്. അതായത് ഇറിഗേഷൻ നമ്മൾ വെള്ളം ഒഴിച്ച് ക്രോപ്സിനെ വളർത്തുന്ന ആ പ്രോസസ്സാണ് ഇറിഗേഷൻ. ഇറിഗേഷൻ കാരണമുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുക. വെള്ളം കെട്ടി നിൽക്കാനാണോ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഈൽഡ് ഓഫ് ക്രോപ്സ്, അതായത് നമുക്ക് ക്രോപ്സ് വളർന്ന് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുക. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ ബാക്കി ഡാമ്പർ ക്ലൈമറ്റ് ഒന്നും റെലവൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. ഓപ്ഷൻ ബി ഈസ് യു കറക്റ്റ് ആൻസർ. Next question, which cross drainage work is constructed to cross the canal and drainage at the same level? Cross drainage work അടുത്ത ഒരു മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്തായാലും നോക്കണം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന which cross drainage work is constructed to cross the canal and drainage at the same level? കനാലിനെയും ഡ്രെയിനേജിനെയും ഒരേ ലെവലിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഒരേ ലെവലാണ്. ഓപ്ഷൻസ് അക്യുഡക്റ്റ്, സൂപ്പർ പാസേജ്, കനാൽ സൈഫൺ, ലെവൽ ക്രോസിങ്. ഇതെല്ലാം തന്നെ എന്താണ്? ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ തന്നെ. പക്ഷേ ഒരേ ലെവലിൽ വരുമ്പോൾ അത് എന്താണ് വരിക? ലെവൽ ക്രോസിംഗ് ആണ്. ഓപ്ഷൻ ഡി ലെവൽ ക്രോസിംഗ് ആണ്. അപ്പോൾ എന്താണ് അക്യുഡക്റ്റ് എന്നും എന്താണ് സൂപ്പർ പാസേജ് എന്നും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ലെവൽ ക്രോസിംഗ് ആണെന്ന് എഴുതാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ അക്യുഡക്റ്റ് ആണ്. അപ്പോൾ അക്യുഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. COD എന്ന് ഓർക്കുക. ക്യാഷ് ഓൺ ഡെലിവറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, COD, കനാൽ ഓവർ ഡ്രെയിൻ. അതായത് കനാൽ ഡ്രെയിനിൻ്റെ പുറത്തൂടെ പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യുഡക്റ്റ്. അതാണ് ടൈപ്പ് 1. കനാൽ പാസസ് ഓവർ ദ ഡ്രെയിനേജ്. അതായത് കനാൽ ഓവർ ഡ്രെയിനേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് അക്യുഡക്റ്റ്. അക്യുഡക്റ്റിൻ്റെ തന്നെ ഒരു ടൈപ്പാണ് സൈഫൺ അക്യുഡക്റ്റ്. അതായത് ജസ്റ്റ് ലെവൽ റേസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡ്രെയിനേജ് പാസസ് ഓവർ ദ കനാൽ. അതായത് COD മാറി കനാൽ ഓവർ ഡ്രെയിനേജ് മാറി ഡ്രെയിനേജ് ആണ് കനാലിൻ്റെ പുറത്തൂടെ പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ പാസേജ്. സൂപ്പർ പാസേജിന് തന്നെ ഉള്ള ഒരു ടൈപ്പാണ്. ലെവൽ ഡിഫറൻസ് വരുമ്പോൾ കൊടുക്കുന്നതാണ് സൈഫൺ സൂപ്പർ പാസേജ്. ഓക്കെ, അപ്പോൾ കനാൽ ഓവർ ഡ്രെയിനേജ് വന്നാൽ അക്യുഡക്റ്റ്, അതിൽ തന്നെ സൈഫൺ അക്യുഡക്റ്റും വരും. പിന്നെ സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഡ്രെയിനേജ് ഓവർ കനാൽ വരും. അതിനകത്ത് തന്നെ നമുക്ക് എന്ത് വരും? സൈഫൺ സൂപ്പർ പാസേജും വരും. ഓക്കെ, ആൻഡ് ടൈപ്പ് 3 ആണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരേ ലെവലിൽ വരുന്ന നമ്മുടെ ലെവൽ ക്രോസിംഗ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 3 ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് അഡ്മിറ്റിംഗ് ഡ്രെയിൻ വാട്ടർ ഇൻ ടു ദ കനാൽ. അതായത് രണ്ടും ഒരേ ലെവൽ, അതായത് ഡ്രെയിൻ വാട്ടറും കനാലും ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഡ്രെയിൻ വാട്ടർ കനാലിലേക്ക് കയറാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഡ്രെയിൻ വാട്ടറും കനാൽ വാട്ടറും കൂടി തമ്മിൽ ഇൻ്റർമിങ്കിൾ ചെയ്യാൻ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ സമ്മതിക്കും. അതിനെയാണ് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്, ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പം ലെവൽ ക്രോസിംഗ് ആയിരുന്നു നമ്മുടെ ചോദ്യം. ആൻസർ ലെവൽ ക്രോസിംഗ് ആണ്. ഒരേ ലെവൽ കനാലും ഡ്രെയിനേജും വന്ന് കനാലിൻ്റെ വാട്ടറും ഡ്രെയിനേജിൻ്റെ വാട്ടറും ഇൻ്റർമിങ്കിൾ ചെയ്താലോ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും എന്താണ് ആൻസർ വരിക? നമ്മുടെ ലെവൽ ക്രോസിംഗ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് എലമെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റെഡ്യൂസസ് ദ വാട്ടർ ഹാമർ പ്രഷർ ഫോംഡ് ഇൻ ദ പെൻസ്റ്റോക്ക്? പെൻസ്റ്റോക്കിൽ ഉണ്ടാവുന്ന വാട്ടർ ഹാമർ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ് ഏതാണ്? വാൽവ്, സച്ച് ടാങ്ക്, ടർബൈൻസ്, ഡ്രാഫ്റ്റ് ട്യൂബ്. ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. സോ എന്തായിരിക്കും ആൻസർ എന്ന് ഗസ് ചെയ്യുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്? സീപ്പേജ് ഡ്രെയിൻ റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് വാട്ടർ ലോഗിങ്. സീപ്പേജ് ഡ്രെയിൻ വാട്ടർ ലോഗിങ്ങിൻ്റെ ചാൻസസ് കുറയ്ക്കും.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ല. ദെൻ ഗ്രാവിറ്റി വാട്ടർ ഇസ് ഹാംഫുൾ ടു ക്രോപ്സ്. ദെൻ വാട്ടർ ലോഗിങ് മേക്സ് ദ ലാൻഡ് മോർ പ്രൊഡക്റ്റീവ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് റോങ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സീപ്പേജ് ഡ്രെയിൻ റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് വാട്ടർ ലോഗിങ്. സീപ്പേജ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളം ഒഴുകി പോകാൻ സീപ്പ് ചെയ്ത് അല്ലെങ്കിൽ സീപ്പേജ് ചെയ്ത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സീപ്പേജ് ഡ്രെയിൻ. അപ്പോൾ അത് കാരണം എന്താണ്? വാട്ടർ ലോഗിങ് എന്തായാലും ഒഴിവാക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ട, അപ്പോൾ 1 വേണ്ട. ദെൻ ദ ഗ്രാവിറ്റി വാട്ടർ ഇസ് ഹാംഫുൾ ടു ദ ക്രോപ്പ്. ഗ്രാവിറ്റി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ക്രോപ്സിന് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്ത വെള്ളമാണ് ഗ്രാവിറ്റി വാട്ടർ. അപ്പോൾ ഗ്രാവിറ്റി വാട്ടർ എന്തായാലും ക്രോപ്സ് ഉപയോഗിക്കുന്നേ ഇല്ല, അപ്പോൾ അത് ഹാംഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഒബ്വിയസ്ലി റോങ്. ദെൻ വാട്ടർ ലോഗിങ് മേക്സ് ദ ലാൻഡ് മോർ പ്രൊഡക്റ്റീവ്. വെള്ളം കെട്ടി നിന്നാൽ ലാൻഡ് പ്രൊഡക്റ്റീവ് ആവുകയാണെന്ന് പറയും, അതും തെറ്റാണ്. സോ 2 and 3 ആർ റോങ്. സോ ഓപ്ഷൻ പ്രകാരം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ്? ഓൺലി 2 and 3. രണ്ടും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് എന്നുള്ളതിലേക്കൊന്നും പോകരുത്. റോങ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി ഹൈഡ്രോളിക് സ്ട്രക്ചർ വിച്ച് സപ്ലൈസ് വാട്ടർ ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ ഇസ് കോൾഡ്. അതായത് ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ എന്ത് വിളിക്കും? ഓപ്ഷൻ എ സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഓപ്ഷൻ ബി റിസർവോയർ, ഓപ്ഷൻ സി ഹെഡ് വർക്ക്, ഓപ്ഷൻ ഡി ഡൈവേർഷൻ ഹെഡ് വർക്ക്. അതായത് നമുക്ക് ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആൻസർ വരിക ഇറ്റ് ഇസ് കോൾഡ് ഹെഡ് വർക്ക്. Any hydraulic structure which supplies water to the off-taking canal is called a head work. ഹെഡ് വർക്കിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. അപ്പോൾ ഹെഡ് വർക്ക് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. സ്റ്റോറേജ് ഹെഡ് വർക്കും ഉണ്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കും ഉണ്ട്. സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, ലൈക്ക് ഡാംസിലൊക്കെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർട്ട് ചെയ്ത്, അതായത് വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള വെള്ളത്തിനെ ഒന്നെങ്കിൽ ഇറിഗേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ ഡാമിലോട്ടൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതാണ് വെയറിൻ്റെയും ബാരേജിൻ്റെയും സഹായത്തോടു കൂടി. So they are called as diversion head work. So answer എന്താ വരിക? ഓപ്ഷൻ സി ഹെഡ് വർക്ക് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈഡ്രോളിക് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവേഴ്സ് ടു സ്റ്റോർ വാട്ടർ ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം സൈഡ്. നമുക്ക് ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ കുറിച്ച് തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്സ്ട്രീം സൈഡിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചർ ഏതാണ്? റിസർവോയർ, ഹെഡ് വർക്ക്, സ്റ്റോറേജ് ടാങ്ക്, ഡാം. അപ്പോൾ നമുക്ക് സ്റ്റോർ എന്ന് പറയുമ്പോൾ തന്നെ റിസർവോയർ അല്ലെങ്കിൽ ഡാം ആയിരിക്കും. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന അപ്സ്ട്രീം സൈഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അക്രോസ് എ റിവർ ടു സ്റ്റോർ വാട്ടർ ഇൻ സബ്സ്ട്രീം സൈഡ്. അതേതാണ്? ഡാം ആണ്. ഓപ്ഷൻ ഡി ഡാം. തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വേണേൽ ചോദിക്കാം, തെറ്റിക്കരുത്. ഓപ്ഷൻ ഡി ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് വാട്ടർ ഹെൽഡ് ഇൻ ദ സോയിൽ ആഫ്റ്റർ എക്സസ് ഗ്രാവിറ്റേഷണൽ വാട്ടർ ഹാസ് ബീൻ ഡ്രെയിൻഡ്. അതായത് നമുക്ക് സോയിലിനകത്ത് പല വാട്ടർ ലെവലുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഗ്രാവിറ്റിക്ക് എടുത്ത് കളയാൻ പറ്റുന്ന വെള്ളം, അതായത് മണ്ണിൻ്റെ പുറത്ത് മാക്സിമം ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ക്രോപ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എന്ത് പറ്റും? ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി ആ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന എമൗണ്ട് ഓഫ് വാട്ടർ held in the soil after excess gravitational water has been drained. എക്സസ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോയതിനു ശേഷം മണ്ണിൽ നിലനിൽക്കുന്ന റിമൈനിങ് മോയ്സ്ചർ കണ്ടന്റിനെ എന്ത് വിളിക്കും? ഓപ്ഷൻ എ വിൽറ്റിംഗ് കോഎഫിഷ്യന്റ്, ഓപ്ഷൻ ബി ഫീൽഡ് കപ്പാസിറ്റി, ഓപ്ഷൻ സി സാച്ചുറേഷൻ കപ്പാസിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ആൻസർ എന്താ പറയുക? വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാന്റ്സിന് വെള്ളം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ദെൻ സാച്ചുറേഷൻ കപ്പാസിറ്റി, വെള്ളം ആ മണ്ണിൽ ഫുള്ള് വെള്ളം തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. നൺ ഓഫ് ദീസ്. അപ്പം ആൻസർ എന്താ വരിക? ഫീൽഡ് കപ്പാസിറ്റിയാണ്. ഓപ്ഷൻ സി ഫീൽഡ് കപ്പാസിറ്റിയാണ്. ദ എമൗണ്ട് ഓഫ് വാട്ടർ, അതായത് നമ്മുടെ ക്രോപ്സ് വെള്ളം എടുത്തതിന് ശേഷം മണ്ണിൽ നിലനിൽക്കുന്ന റിമൈനിങ് മോയ്സ്ചർ കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് കപ്പാസിറ്റി. Next question, the canal located outside the command area meant primarily to convey water from one source of supply to another within the same. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതായത് ഒരു കനാലിന് എത്രത്തോളം വെള്ളം കൊടുത്ത് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു 400 ഹെക്ടർ ആണ് ഒരു കനാലിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എങ്കിൽ കമാൻഡ് ഏരിയ ആ കനാലിൻ്റെ 400 ഹെക്ടർ ആയിരിക്കും. അതായത് നമുക്ക് ഒരു കനാൽ കൊണ്ട് ഇറിഗേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഏരിയ, അതാണ് കമാൻഡ് ഏരിയ. അപ്പോൾ ഈ കമാൻഡ് ഏരിയയുടെ പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കനാലിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കനാൽ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കമാൻഡ് ഏരിയ മെൻ പ്രൈമർലി ടു കൺവേ വാട്ടർ ഫ്രം വൺ സോഴ്സ് ഓഫ് സപ്ലൈ ടു അനദർ. അതായത് ഒരു സോഴ്സ് ഓഫ് സപ്ലൈയിൽ നിന്ന് വെള്ളം എടുത്ത് വേറൊരു സോഴ്സ് ഓഫ് സപ്ലൈയിലേക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന കനാലിന് കമാൻഡ് ഏരിയയുടെ പുറത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കും. ഓപ്ഷൻ എ ഫീഡർ കനാൽ, ഓപ്ഷൻ
ബി ഡിസ്ട്രിബ്യൂട്ടറി കനാൽ, ഓപ്ഷൻ സി ഡൈവേർഷൻ കനാൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. പേരിൽ തന്നെയുണ്ട്, ഒരെണ്ണത്തിൽ നിന്നെടുത്ത് വേറൊരാൾക്ക് ഫീഡ് ചെയ്യുക. ആൻസർ എന്താ വരിക? ഫീഡർ കനാലാണ്. ഓപ്ഷൻ എ ഫീഡർ കനാൽ. ഡൈവേർഷൻ കനാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർഷൻ പർപ്പസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേര് വെച്ച് തന്നെ നമുക്കിത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ, ഡൈവേർഷൻ ഹെഡ് വർക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് കമ്പണൻസ് ഉണ്ട് നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്കിൽ. അതിലൊരു വെയർ ഉണ്ടായിരിക്കും, പിന്നെ അണ്ടർസ് ലൂയിസസ്, ഡിവൈഡ് ബോള്, പിന്നെ കുറച്ച് റിവർ ട്രെയിനിങ് വർക്ക്സ് ഉണ്ട്. റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ റിവറിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻസ് കാണും. ദെൻ ഫിഷ് ലാഡർ ഉണ്ട്, കനാൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു. പിന്നെ സിൽറ്റ് റെഗുലേഷൻ വർക്ക്, അതായത് സിൽറ്റ് എന്ന് പറഞ്ഞാൽ സിൽറ്റ് അടിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നതൊക്കെ തടയും. അപ്പോൾ ആ സിൽറ്റ് താഴെ വന്ന് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ സിൽറ്റ് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. അതാണ് സിൽറ്റ് റെഗുലേഷൻ വർക്ക്. അതിൽ സിൽറ്റ് ഇജക്ടറും സിൽറ്റ് എക്സ്ക്ലൂഡറും വരും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഫിഗർ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം വെയറാണ്. വെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിവറിൻ്റെ എക്രോസ് ആയിട്ട്, അതായത് ഇങ്ങനെ ഒഴുകുന്ന റിവറിനെ എക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് വെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്റ്റഡ് എക്രോസ് എ റിവർ ടു റൈസ് ഇറ്റ്സ് വാട്ടർ ലെവൽ ആൻഡ് ഡൈവേർട്ട് ദ വാട്ടർ ഇൻ ടു ദ കനാൽ. അതായത് നമ്മുടെ റിവറിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് റിവറിലെ വെള്ളത്തിൻ്റെ അളവ് ഉയർത്തി ആ വെള്ളം എടുത്ത് വേറെ കനാൽസിന് കൊടുക്കാനായി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയർ എന്ന് പറയും. ഓക്കെ, അടുത്ത ബാരേജ് ആണ്. ബാരേജും വെയറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ബാരേജ് ആണെങ്കിൽ ഗേറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത്. ഗേറ്റ് തുറക്കി അടയ്ക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവർ വരുന്നു. അപ്പോൾ ഇവിടെ റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഗൈഡ് ബാങ്കും ഉണ്ട്, മാർജിനൽ ബണ്ടും ഉണ്ട്. അതായത് വെള്ളത്തിനെ ഒഴുകി ഈ ദിശയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഗൈഡ് ബാങ്ക്. ഗൈഡ് ബാങ്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിവൈഡ് വോൾ കാണും, കണ്ടോ? ഇതിന് താഴെ എന്തുണ്ട്? അണ്ടർസ് ലൂയിസസ് എന്നും പറഞ്ഞുണ്ട്. ഓക്കെ, അണ്ടർസ് ലൂയിസസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വേർട്ടിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡിവൈഡ് വോൾ എന്ന് പറയുന്നത്. പിന്നെ മീനുകളുടെ ട്രാവലിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഫിഷ് ലാഡർ. അല്ലെങ്കിൽ മീൻ വന്ന് നമുക്ക് ആ മൂവ്മെൻറ്റ് വന്ന് ഫിഷ് അക്വാറ്റിക് ലൈഫ് ഭയങ്കരമായിട്ട് നശിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഇതിൽ നിന്നൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിവർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞല്ലോ, റിവർ ട്രെയിനിങ് വർക്ക്സ്. അതിൽ ഗൈഡ് ബാങ്ക് ഉണ്ട്, മാർജിനൽ ബണ്ടുണ്ട്. ഞാൻ കാണിച്ചതുപോലെ ഗൈഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവറിനെ ഗൈഡ് ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ വെള്ളം ഒഴുക്കി കൊണ്ടുവരുന്നതിനെയാണ് ഗൈഡ് ബാങ്ക് എന്ന് പറയുന്നത്. എന്നിട്ട് വേണം വെള്ളത്തിൻ്റെ ലെവൽ റേസ് ചെയ്ത് വിയേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് അതിൻ്റെ തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഈ സെഷൻ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മൾ 30-ാം തീയതി എക്സാമിന് മുന്നേ ഒരു മാരത്തോൺ സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് സജഷൻ മാരത്തോണിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.